ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ടിപ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ LD ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് PSCയുടെ പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, അതുപോലെ തന്നെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എത്ര പേർക്ക് അഡ്വൈസ് ലഭിച്ചു എന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ തീർച്ചയായും അവർക്കും ഉപകാരപ്പെടുന്നതാണ്. നമുക്കെന്താ വീഡിയോ നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ. അപ്പോൾ ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ 250/2018 എന്ന് പറഞ്ഞ തസ്തികയാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 30/1/2019 ആണ്. 30/1/2019 മുമ്പ് തന്നെ യോഗ്യതരായ ഉദ്യോഗാർത്ഥി തീർച്ചയായും അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പോസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് LD ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ഇതിലേക്ക് സാലറി എന്ന് പറഞ്ഞാൽ 19,000 മുതൽ 43,600 വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. വേക്കൻസി ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തതിലും എല്ലാ ജില്ലയിലും വേക്കൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 30/1/2019 ആണ് അവസാന തീയതി എന്ന് പറഞ്ഞു. ഏജ് ലിമിറ്റ് 18 to 36 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു തസ്തിക തന്നെയാണ്. OBCക്ക് 3, SC/STക്ക് 5 വയസ്സിൻ്റെയും ഇളവുകൾ ഉണ്ടാകും. അപ്പോൾ 18 to 36 ജനറൽ കാൻഡിഡേറ്റ്സിന്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക. മിനിമം ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്, അല്ലെങ്കിൽ അത് തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കുക. പ്ലസ് KGTൻ്റെ ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഈ ഒരു സർട്ടിഫിക്കറ്റും ടൈപ്പിങ്ങും ഒക്കെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. KGT സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കണം എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എത്ര പേർക്ക് നിയമനം ലഭിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും 182 ആളുകൾക്കാണ്, ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് വന്നിരിക്കുന്നത്. 182 ആളുകൾക്കാണ് അഡ്വൈസ് ലഭിച്ചത്. എറണാകുളം 132, കോഴിക്കോട് 129, മലപ്പുറം 102, പാലക്കാട് 97, തൃശ്ശൂർ 95, കൊല്ലം 94, ആലപ്പുഴ 83, കോട്ടയം 83, കണ്ണൂർ 78, പത്തനംതിട്ട 56, വയനാട് 45, കാസർഗോഡ് 41, ഇടുക്കി 30. ഏറ്റവും കുറവ് വന്നത് ഇടുക്കിയിലാണ്. അപ്പോൾ ഇടുക്കിയിലാണ് ഏറ്റവും 30 വേക്കൻസി. മൊത്തം 1247 അഡ്വൈസാണ് ഇതുവരെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ ഏകദേശം ഈ ഒരു ഇത്രയും അടുത്ത് തന്നെ വേക്കൻസി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റ് തന്നെയാണ് LD ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ കുറഞ്ഞൊരു തസ്തികയാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കാരണം പലരും അപ്ലൈ ചെയ്യാൻ കഴിയാത്തത് കാരണം കോമ്പറ്റീഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ സർക്കിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ്. വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും അതുപോലെ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.